മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും തോമസ് ഡോക്ടറിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ചുട്ട കോഴികളെ പറപ്പിക്കുന്ന മന്ത്രവാദികളെ സാറിൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്തിനാ, നിങ്ങളതിന് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് തോമസ് വൈദ്യർ ചോദിക്കുന്നത് കേട്ട് പ്രതാപൻ ഞെട്ടി ധരിക്കുകയുണ്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളാരെയും കൊന്നിട്ടൊന്നുമില്ല, ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ചിലരൊക്കെ ഈ അടുത്ത സമയത്ത് പ്രേതത്തെ കണ്ടു എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല മന്ത്രവാദികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന് കരുതിയിട്ട് ചോദിച്ചെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എൻ്റെ പരിചയത്തിൽ ഇപ്പം അങ്ങനെയുള്ളവരാരും എനിക്കറിയില്ല, ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഡോക്ടർ കാലെല്ലാം പരിശോധിക്കുകയാണ് പ്രതാപൻ്റെ. അങ്ങനെ കാലിൻ്റെ വേദനയുള്ള ഭാഗത്തേക്ക് നല്ല അമർത്തുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ അലറി വിളിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, വേദന ഉണ്ടെന്ന് പറഞ്ഞില്ലേ സാറേ. അപ്പോൾ ഡോക്ടർ പറയുന്നത്, കുറച്ചൊക്കെ വേദന എടുക്കേണ്ടി, എന്നാലും ഇത് മാറത്തുള്ളൂ എന്ന് പറയാൻ കേട്ടോ. ഇവിടെ അവിടെയൊക്കെ ആയിട്ട് രക്തം കട്ട പിടിച്ച് കിടക്കുകയാണെന്ന് പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ വരെ വരുമെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന പ്രതാപം വീണ്ടും ഒന്ന് പേടിക്കുകയാണ്. ഇത് കേൾക്കുന്ന പ്രതാപം പറയുന്നു, എന്നാൽ സാറ് പിന്നെ അവിടെ എല്ലാം പിടിച്ച് നെക്കിക്കോളൂ, ഞാൻ വേദന സഹിച്ചിരുന്നോളാം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, ഈ തോമസ് വൈദ്യരെ കണ്ടിട്ട് ഒരു മന്ത്രവാദിയുടെ ലുക്ക് ഉണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജയബാലൻ പറയുന്നുണ്ട്, സാറിന് കുറച്ച് മന്ത്രവാദമൊക്കെ അറിയാം, പക്ഷെ ഭൂതപ്രേത പിശാചുക്കളിൽ നിന്ന് ഒഴിപ്പിക്കാറില്ല എന്ന് പറയുന്നു. അപ്പം മുത്തശ്ശി മനസ്സ് വിചാരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഉള്ളത് കൊണ്ട് പ്രേതങ്ങളൊന്നും ഇങ്ങോട്ട് അടുക്കില്ല എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് കേട്ടോ. പിന്നീട് കണ്ണൻ്റെ കാലുകൾ അനങ്ങുന്നത് കണ്ട് വളരെയേറെ സന്തോഷിക്കുകയാണ് അനന്തൂട്ട. ഇപ്പോൾ നല്ല ചലനശേഷി ഉണ്ടല്ലേ കണ്ണ എന്നെല്ലാം അനന്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മുട്ടിന് താഴോട്ട് ഓക്കെ ആണെന്ന് പറയുന്നു. അതിന് മുകളിലേക്ക് സ്പർശനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. മെല്ലെ കയ്യെ പിടിച്ച് എഴുന്നേൽക്കാം, അതുപോലെ നടക്കുകയൊക്കെ ചെയ്യാമെന്നും പറയുന്നു. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഒരു കാരണവശാലും നിനക്ക് ഇത്രയും പുരോഗതി ഉണ്ടായിരുന്നു ഒരാളും അറിയരുതിട്ടാ എന്ന് പറയുന്നുണ്ട്. തൻ്റെയും മഹാലക്ഷ്മിയുടെയും ശത്രുക്കളോട് പ്രത്യേകിച്ച് പറയരുതെന്നും പറയുന്നുണ്ട്. ഇല്ലടാ, ഞാൻ ആരോടും പറയില്ല. ഞാൻ എഴുന്നേറ്റ് നടക്കാതിരിക്കാനായിട്ട് മരുന്ന് മാറ്റി വെച്ചവരെ എൻ്റെ രണ്ടാനമ്മ ഉൾപ്പെടെ എല്ലാവരും തന്നെ, അവർക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. കണ്ണൻ പറയുന്നുണ്ട്, ഞാനൊരു വിവാഹം കഴിക്കൂല എന്ന് വിചാരിച്ചിട്ടാണ് അവരെന്നെ കൊല്ലാതിരുന്നതെന്ന് പറയാണ്. പിന്നെ എൻ്റെ ഭാര്യയായിട്ട് വരുന്നവള് എല്ലാം കണ്ടും കേട്ടും സഹിച്ച് ജീവിക്കുമെന്നാണ് അവരെല്ലാവരും കരുതിയിരുന്നത്. ഞാൻ മഹിയെ എന്ന് തൊട്ടാണ് ഫിനാൻസിലേക്ക് കൊണ്ടുപോയത്. അന്നു മുതൽ എൻ്റെ രണ്ടാനമ്മകളുടെയും ബന്ധുക്കളുടെയും എല്ലാം കണക്കൂട്ടലെല്ലാം തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ അനന്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ സ്വത്തിൻ്റെ 3/4 ഭാഗവും മഹിയുടെ പേരിലേക്ക് എഴുതാൻ നീ തീരുമാനിച്ചിരിക്കുകയല്ലേ എന്ന് പറയുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതെ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അത് ഉടനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. മഹി മരിച്ചു എന്ന് കരുതി കേക്ക് മുറിച്ചവരുടെ കൂട്ടത്തിൽ പ്രതാപനും മുത്തശ്ശിയും അതുപോലെ കരുണയൊക്കെ സന്തോഷിച്ച് ഞാൻ വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. പക്ഷെ എൻ്റെ രണ്ടാനമ്മയും ഉണ്ണിയും എല്ലാം ആ സന്തോഷിക്കുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നു പോലുമില്ല എന്ന് പറയുന്നു. പിന്നീട് മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിക്ക് ഫുഡെല്ലാം കൊണ്ടുവന്ന് റൂമിൽ കൊടുക്കുന്നുണ്ട്. വാതിലെല്ലാം അടച്ചു പൂട്ടിയിരിക്കുന്നത് കണ്ട് കരുണയ്ക്ക് ഒരു സംശയം തോന്നുന്നു. കരുണ വന്ന് വാതിൽ തുറക്കാൻ പറയുന്നു. അങ്ങനെ മോഹിനിയാണെങ്കിൽ വളരെ പരിഭ്രമത്തോട് വന്ന് ഡോറെല്ലാം തുറക്കുന്നു. എന്ത് പറ്റി അമ്മ ഡോർ അടച്ചിരിക്കുന്നതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ വന്നപ്പോൾ തൊട്ട് അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തോ ഒരു പരിങ്ങലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഇല്ല മോളെ, എനിക്ക് മോളെ കാണാതെ ആകെ വിഷമത്തിലാണ്, മനസ്സിനൊരു സുഖമില്ല എന്നെല്ലാം പറയുന്നു. ഇത് മോളുടെ മുറിയാണല്ലോ, ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ എനിക്ക് അവൾ അടുത്തുള്ളത് പോലെ ഫീൽ ചെയ്യുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന കരുണയ്ക്ക് അത്ര വിശ്വാസമൊന്നും ആവുന്നില്ല. എന്നാലും ഉണ്ണിയും കരുണയും ആ മുറിയെല്ലാം പരിശോധിക്കുക ചെയ്യുന്നുണ്ട്. പിന്നീട് മഞ്ജുവിനെ കാണിക്കുന്നു. മഞ്ജു എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകുന്നത് പറയാണ്ട് പോകുന്നതിൽ സീമന്തിനിക്ക് വളരെ ദേഷ്യമാവുന്നു. സീമന്തിനി പറയുന്നത്, നിനക്ക് എപ്പോഴും തോന്നുമ്പോൾ വരാനും പോകാനുള്ള സ്ഥലമൊന്നുമല്ല ഇവിടെ എല്ലാവരും കൂടെ നിന്ന് ഒരുമിച്ച് പണിയെടുക്കാനൊന്നും ശ്രമിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഓരോ കുത്തുവാക്കുകൾ പറയുന്നുണ്ട് മഞ്ജു. പക്ഷെ മഞ്ജു ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ മഞ്ജുവും പ്രതികരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടു വരുന്ന മേഘനാഥൻ സീമന്തിനോട് പറയുന്നുണ്ട്, എപ്പോഴും മഞ്ജുവിന് ഇങ്ങനെ വഴക്ക് പറയാൻ നിൽക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശരിയായി വരുന്നതേ ഉള്ളൂ. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാവും, അതുകൊണ്ട് ആവശ്യമില്ലാണ്ട് അവളെ തർക്കത്തിന് നിൽക്കാൻ നിൽക്കണ്ടെന്നെല്ലാം പറയുന്നു. അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.